എന്തിന് ഞാൻ റോബോട്ടിക് സർജറിയിലേക്ക് പോകണം? എല്ലാ സർജറിക്കും റോബോട്ടിക് സർജറിയുടെ ആവശ്യമില്ല. സെലക്റ്റഡ് കേസസിൽ ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ നമ്മുടെ കൈകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ചില ഏരിയകളിൽ ചില കോംപ്ലക്സ് ആയിട്ടുള്ള ട്യൂമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ചില രക്തക്കുഴലുകൾ അല്ലെങ്കിൽ യൂറിറ്റർ പോലുള്ള ചില അവയവങ്ങൾ അടുത്തുകൂടെ പോകുമ്പോഴുള്ള കേസുകളിൽ ഒക്കെ ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അഗെയിൻ നമുക്കൊരു സ്ഥിതിവിവര കണക്കുകൾ വെച്ചിട്ട് തന്നെ കാണാം. നമ്മളൊരു സാധാരണഗതിയിൽ ഓപ്പൺ സർജറി ചെയ്യുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ഗൈനക് ക്യാൻസർ സർജറി നമ്മൾ സാധാരണഗതിയിൽ ഒരു 7ാമത്തെ ദിവസം അല്ലെങ്കിൽ 8ാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുന്നത്. ഒരു റോബോട്ടിക് സർജറി ചെയ്യുകയാണെങ്കിൽ 4ാമത്തെ ദിവസം നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ നമുക്ക് 4ഓ 5ഓ ദിവസം കഴിഞ്ഞിട്ടാണ് രോഗിക്ക് ഭക്ഷണം പാനീയങ്ങളൊക്കെ കൊടുക്കുന്നത്. റോബോട്ടിക് സർജറിയിൽ 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നു, പേഷ്യൻ്റ് സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള മാറുന്നു. നമ്മുടെ ഒരു പെയിൻ സ്കോർ എന്ന് പറയും. ആ പെയിൻ സ്കോറിൽ ഓപ്പൺ സർജറിക്ക് പെയിൻ സ്കോർ 4 തൊട്ട് 8 വരെയാണ് പെയിൻ സ്കോർ എങ്കിൽ റോബോട്ടിക് സർജറിയിൽ 2 മുതൽ 4 വരെയാണ് പെയിൻ സ്കോർ. അതായത് പകുതിയിൽ താഴെ മാത്രമേ പെയിൻ രോഗി അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ റോബോട്ടിക് സർജറിയുടെ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓപ്പൺ സർജറിയിൽ നമ്മുടെ വയറിലാണെങ്കിൽ വളരെ നെടുകെ നീളത്തിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടാണ് പലപ്പോഴും ക്യാൻസർ സർജറികൾ ചെയ്യുന്നത്. അതിന് 10ഓ 20ഓ 25ഓ സെൻറ്റിമീറ്റർ, അതിൽ ചിലപ്പോൾ 30 സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള നീളത്തിലെ മുറിവുകളാവാം. ചിലപ്പോൾ നീളത്തിലുള്ള മുറിവ് കൂടാതെ ലിവറിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ വേറൊരു മുറിവ് വേറെ ഉണ്ടാവും, എസ് ഷേപ്പിലുള്ള മുറിവുണ്ടാവും. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസിഷൻസ് നമുക്കുണ്ടാവും. ഈ ഇൻസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഭിത്തിയെ കീറിയിട്ടാണ്. അതിൽ മസിലുണ്ട്, സ്കിന്നുണ്ട്, ഫാറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടിച്ചേരാൻ ഒരു 6 മാസം സമയമെടുക്കും അത് ഫുള്ളായി ഹീൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഹീലിംഗ് പ്രോസസ്സ് നമ്മൾ ഒരു റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന പോലെ 2ഓ 3ഓ 4ഓ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് നമ്മൾ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്നത്. മുറിവ് ഉണങ്ങാനുള്ള സമയം കുറയുന്നു, നമുക്ക് ആ മുറിവിനുമായിട്ടുള്ള വേദന കുറയുന്നു. ഇത്തരം പല കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ മുറിവുണ്ടാക്കുന്ന ഒരു മാനസികാഘാതം കൂടിയുണ്ട്. രോഗികൾക്ക് പലപ്പോഴും അതായിരിക്കും ഏറ്റവും വലിയ പ്രോബ്ലം. എനിക്ക് സ്കാർ ഉണ്ടാവില്ല, പ്രത്യേകിച്ചും പ്രായം കുറഞ്ഞ സ്ത്രീകളിലും അല്ല പുരുഷന്മാരിലും അത് വലിയൊരു കൺസേൺ ആണ്. അവർക്ക് വയറിലൊരു വലിയ മുറിവുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു കൺസേൺ ആണ്. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വലിയ മുറിവുണ്ടാക്കുമ്പോൾ എപ്പോഴും അവിടെ ഒരു ഫ്യൂച്ചറിൽ ഭാവിയിൽ ഒരു ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഹെർണിയ വരാനുള്ള സാധ്യത ഏറെക്കുറെ പൂർണ്ണമായിട്ടും റോബോട്ടിക് സർജറിയിലൂടെ നമുക്ക് അല്ലെങ്കിൽ മിനിമൽ ആക്സസ് സർജറിയിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്.